നാദേന്ദ്രിയം. രചന ദക്ഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. മുറിക്കകത്തേക്ക് കയറിയതും കണ്ടു. തന്നെയും പ്രതീക്ഷിച്ചെന്നോണം കിടക്കയിൽ നീണ്ടു നിവർന്ന് കിടക്കുന്നവനെ. ഉറങ്ങിയിട്ടില്ലെന്ന ആ കാലുകളുടെ ചലനത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടിയുള്ള കിടപ്പാണത്. അവളത് നോക്കിക്കൊണ്ട് വാതിൽ ചേർത്തടച്ച് കുറ്റിയിട്ടു. ആ ശബ്ദം കേട്ടിട്ടെന്നോണം കണ്ണുകൾക്ക് മറ തീർത്തിരുന്ന അവന്റെ വലത് കൈ എടുത്തു മാറ്റി അവൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. അത്ര നേരം ഒരു കുലുക്കമില്ലാതിരുന്നവൾ അവന്റെ ആ നോട്ടത്തിലൊന്ന് പതിരെങ്കിലും അതൊന്നും വെളിയിൽ കാണിക്കാത്തവണ്ണം മറച്ചുകൊണ്ട് മുകളിൽ കെട്ടിവെച്ച മുടി അഴിച്ചിട്ട് കട്ടിലിന് നേർക്ക് നടന്നു. ഓ, ഇത്ര നേരം കാണാതായപ്പോ ഞാൻ കരുതി നങ്ങയിൽ കുഞ്ഞമ്മ അടുക്കളയിൽ തന്നെ പായ വിരിച്ച് കിടന്നാണെന്ന്. അവൻ തന്നെ നോക്കാതെ മുടിയിലെ ജട കളയുന്നവളെ നോക്കി വാക്കിൽ കുസൃതി ഒളിപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഹെഡ് റെസ്റ്റിലേക്ക് ചാരിയിരുന്നു. അതുവരെ അങ്ങനെ ഒരുത്തൻ തനിക്കരികിൽ ഇല്ലെന്നവൾ കാര്യമായി തന്റെ പണി തുടർന്ന് പോകുന്നവളുടെ കണ്ണുകൾ ക്ഷണനേരം കൊണ്ട് അവന് നേർക്ക് കൂർത്തു. അല്ല, അതുപോലെയാണല്ലോ ഇങ്ങോട്ട് വന്നതിൽ പിന്നെയുള്ള നിന്റെ പെരുമാറ്റം. അവനവളെന്ന് ആക്കി പറഞ്ഞു. പിന്നെ ഞാൻ എന്ത് വേണമായിരുന്നു? ഇന്ദ്രേട്ടനൊപ്പം ഇവിടെ ഈ മുറിക്കുള്ളിൽ തന്നെ അടച്ചിരിക്കണമായിരുന്നോ? അവളുടെ ചുണ്ടുകൾ അവന്റെ നേർക്ക് കൂർത്തു. ആ, അങ്ങനെയാ വേണ്ടിയിരുന്നു. പക്ഷെ സാരമില്ല, ഇതിന് പരിഹാരമായിട്ട് ഇനിയുള്ള ദിവസമെല്ലാം നീ നേരത്തെ പറഞ്ഞ പോലെ ഇന്ദ്രേട്ടൻ അങ്ങ് കൂട്ടിയിരുന്നാ മതി. എന്താ? ആൻ പറയുന്നതിനൊപ്പം അവളുടെ കയ്യിൽ പിടിച്ച് തനിക്കരികിലേക്ക് വലിച്ചിരുത്തി. വന്നിപ്പോ നാവിന് തീരെ ലൈസൻസ് ഇല്ലാതായിട്ട് തമ്പുരാൻകുട്ടിക്ക്. ആൾ പറയുന്നതിനൊപ്പം അവനെ നെഞ്ചിൽ പിടിച്ചൊന്ന് പുറകിലേക്ക് തള്ളി. ഏയ്, നിനക്ക് തോന്നുന്നതായിരിക്കും. അവൻ പറഞ്ഞുകൊണ്ട് അവളെ ഇടുപ്പിൽ പിടിച്ചു നോക്കി തന്റെ മടിയിലേക്ക് ഇരുത്തി. എന്താ? അവനെ ആ പ്രവൃത്തിയിലൊന്ന് പിടഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചു. എന്താന്ന് ഇപ്പൊ തന്നെ പറയണോ? അവൻ അവളുടെ മുഖത്താകമാനം കണ്ണുകളിഴച്ചുകൊണ്ട് ചോദിച്ചു. പറയണം. അവൾ അവന്റെ ആ തുളഞ്ഞേറുന്ന നോട്ടം താങ്ങാനാവാതെ പറഞ്ഞു. എവിടെ? അവനൊരു നിശ്വാസമകലെ മുഖം അടുപ്പിച്ചുകൊണ്ട് അവളോട് തിരക്കി. എന്ത്? അവളൊന്ന് വിക്കിക്കൊണ്ട് ഉമിനീരിറക്കി. എന്നും കൊണ്ടുവരാനാ ഞാൻ നിന്നോട് താഴെ വെച്ച് പറഞ്ഞു. അതെവിടെയെന്ന് ആ രഹസ്യം ചോദിച്ചു. അത് തീർന്നുപോയി, അവൾ പെട്ടെന്ന് പറഞ്ഞു. അവൻ അവളെ ഒന്ന് സൂക്ഷ്മമായി നോക്കി. സത്യമായിട്ടും തീർന്നു പോയിട്ടാ? അവന്റെ ആ കണ്ണ് ചുരുക്കിയുള്ള നോട്ടം കാണേ നീലി പെട്ടെന്ന് പറഞ്ഞു. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്റെ നങ്ങേലി കുഞ്ഞമ്മേ. അവനോൾ ആകമൊത്തൊന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ടാണ് പറച്ചില്. എന്നെ അങ്ങനെ വിളിക്കണ്ട. അവന്റെ ആ പ്രയോഗം ഇഷ്ടപ്പെടാതെ അവൾ ചൊടിച്ചു. എന്ത്, നങ്ങേലി കുഞ്ഞമ്മയെന്നോ? അവൻ അതേ കുസൃതിയോടെ ചോദിച്ചു. ഇന്നലെ കളിയാക്കാതെ. അവൾ മുഖം വീർപ്പിച്ചു. കളിയാക്കിയതല്ലടി തമ്പുരാട്ടി, എന്റെ നങ്ങേലി കുഞ്ഞമ്മേനെ ഞാൻ സ്നേഹം കൊണ്ട് വിളിച്ചല്ലേ, അപ്പൊ അതെങ്ങനെ കളിയാക്കലാവും? അവൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് അവളുടെ ചെവിയോരം ചുണ്ടുകൾ ചേർത്തു. അവന്റെ ആ കുറുകിയ ശബ്ദത്തിന്റെ നേരിയ മയത്തിൽ അവളൊന്ന് കോരിത്തരിച്ചു. എന്നെ വീഴുന്നുണ്ടോ? അവൾ അവന്റെ ചുണ്ടുകളുടെ ലാളനയിൽ ഒന്ന് കുളിർന്ന് വിറച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ലല്ലോ മോളെ. അവൻ പറയുന്നതിനൊപ്പം അവളുടെ താടിത്തുമ്പിലൊന്ന് അമർത്തി നുണഞ്ഞു. നേരത്തെ താഴെ വെച്ച് എന്താ എന്നോട് പറയണമെന്ന് പറഞ്ഞ് അവൾ അവന്റെ ശ്രദ്ധയിരിച്ചു വിടാനൊരു പാഴ്ശ്രമം നടത്തി. ഇതൊക്കെ തന്നെ. അവൻ അവളുടെ ചുണ്ടുകളിലൂടെ ചുണ്ടിഴച്ചുകൊണ്ട് പറഞ്ഞു. ദേവി, ഈ സിനിമ രണ്ടും കൽപ്പിച്ചാണല്ലോ. അവന്റെ ആ നീക്കത്തിൽ അവൾ തന്റെ കണ്ണുകളൊന്ന് ഇറുക്കി അടച്ചുകൊണ്ട് ഉള്ളിൽ ദയനീയമായി പറഞ്ഞുപോയി. കണ്ണൂർഗടി വേണേ. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കീഴ്ചുണ്ടിനെ ഒന്ന് കടിച്ചെടുത്തതും അവളുടെ കൈകൾ അവന്റെ തോളിലൂടെ ചുറ്റി വരിഞ്ഞിരുന്നു. ഇറുക്കി കൊല്ലു നീ എന്നെ. തന്നെ ചുറ്റി വരിഞ്ഞിരിക്കുന്ന അവളുടെ കൈകളുടെ മുറുക്കം മനസ്സിലാക്കിക്കൊണ്ട് അവൻ അവളുടെ കാതിൽ അടക്കം പറഞ്ഞതും അവൾ നാണത്തോടെ അവന്റെ കഴുത്തിലേക്ക് മുഖം ഒളിപ്പിച്ചു. നങ്ങേലി, എന്നെ നോക്കിയേ. അവൻ അവളെ തന്നിൽ നിന്ന് അകറ്റി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടൊരു കള്ളച്ചിരിയോടെ പറഞ്ഞു. അവൾ അവൻ അള്ളിപ്പിടിച്ചുകൊണ്ട് തല വിലങ്ങനെ ആട്ടി. എന്നെ നോക്കിടി വന്നേ, ഞാൻ ചോദിക്കട്ടെ? അവൻ അവൾ ആകെയൊന്ന് ചുറ്റി വരിഞ്ഞു. എന്ത്? അവളുടെ വിറയാർന്ന ശബ്ദം അവന്റെ കഴുത്തിരിക്കലിൽ ചുംബിച്ചുകൊണ്ട് കടന്നുപോയി. ഉമ്മ. അവൻ അവളുടെ കാതുകളെ ഒന്ന് കടിച്ചു നുണഞ്ഞുകൊണ്ട് പറഞ്ഞു. അവന്റെ ആ തുറന്നുള്ള പറച്ചിൽ കേട്ടതും അടുത്ത നിമിഷം അവൾ അവന്റെ കഴുത്തിരിക്കലിൽ തന്റെ മുഖം ഉയർത്തിക്കൊണ്ട് അവനെ മിഴിച്ചു നോക്കി. എന്താടി നങ്ങേലി, നീ എന്നെ ഇങ്ങനെ നോക്കുന്നു? എനിക്കൊരു ഉമ്മ വേണമെന്ന്. അവൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് മുഖമടുപ്പിച്ചു. നേരത്തെ താഴെ വെച്ച് ഞാൻ ചോദിച്ചപ്പോ നിനക്ക് തരാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് എന്റെ നങ്ങേലി ഇപ്പൊ ആരും കാണാതെ ഇന്ദ്രേട്ടൻ്റെ ഒരു ഉമ്മന്നേ. സ്വന്തം ചുണ്ടിലൊന്ന് ഒഴിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞതും അവളുടെ കണ്ണുകൾ ഒന്നുകൂടി മിഴിഞ്ഞു പോയി. ഇന്ദ്രേട്ടാ? അവൾ അവനെ നോക്കിയൊരു വൈക്ലബ്യത്തോടെ വിളിച്ചു. അവിടെ ആ നേരം ആരുമില്ലാതിട്ടും എന്റെ നങ്ങേലി എനിക്ക് തന്നില്ലല്ലോ, ആ ദേഷ്യം അതെനിക്കിപ്പോൾ തീർക്കണം. അവൻ പറഞ്ഞു തീരും മുന്നേ അവളുടെ ആദരങ്ങളെ തന്റെ ആദരങ്ങളാൽ കവർന്നെടുത്തിരുന്നു. ആദ്യം ചെറുതായൊന്നു പിടഞ്ഞെങ്കിലും അവൾ ആ ചുംബനത്തിൽ അലിഞ്ഞു ചേർന്നു. പുറത്ത് കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശബ്ദങ്ങളെല്ലാം നിലച്ചു പോയതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു.
അവൾക്ക് ചുറ്റും അവരിരുവരും മാത്രമുള്ള ഒരു സുന്ദര ലോക രൂപാന്തരപ്പെട്ടു. അവളുടെ കൈകൾ അവന്റെ മുടികൾക്കിടയിലൂടെയും പുറത്തുമായി ഓടി നടന്നു. സമയം മുന്നോട്ട് നീങ്ങും തോറും ശ്വാസം കിട്ടാതെ അവളൊന്ന് ഞെരങ്ങിയതും അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചുകൊണ്ട് അവളുമായി കട്ടിലേക്ക് മറിഞ്ഞു. കിതച്ചുകൊണ്ട് അവന്റെ നെഞ്ചിൽ തലയാഴ്ച കിടക്കുമ്പോൾ അവൾക്ക് ആ തണുപ്പിലും താൻ വിയർക്കുന്ന പോലെ തോന്നി. ഇപ്പൊ സമാധാനം ഇന്ദ്രേട്ടന്? അവൾ തനിക്ക് മുകളിലേക്ക് അമർന്നു കിടക്കുന്നവന്റെ കിതപ്പോടെയുള്ള ശ്വാസതാളത്തെ ആസ്വദിച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ല, ഇതുകൊണ്ടൊന്നും മതിയാവില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ എൻ്റെ കൂടെ മുറി തന്നെ അടച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞത് വെറുതെ എൻ്റെ നങ്ങേലി കുഞ്ഞമ്മേ. അവന്റെ ശബ്ദത്തിൽ കുസൃതിക്കൊപ്പം അവളോടുള്ള പ്രണയവും നിറഞ്ഞിരുന്നു. അത് മനസ്സിലാക്കിയപ്പോൾ അവൾ അതിനെ നോക്കി പതിയെ ഒന്ന് ചിരിച്ചു. ഇങ്ങോട്ട് വന്നേ പിന്നെ തമ്പുരാൻകുട്ടി കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. അവൾ തന്റെ ചുണ്ടുകളിൽ തട്ടിത്തടയുന്ന അവന്റെ മീശരോമങ്ങളിൽ ഒന്ന് കടിച്ചു വലിച്ചതും അവൻ നിറഞ്ഞൊരു കള്ളച്ചിരിയോടെ അവളുടെ ചുണ്ടുകളുടെ മൃദുലതയിൽ അലിഞ്ഞുകൊണ്ട് വീണ്ടും ഒരു യാത്രയ്ക്ക് തയ്യാറെടുത്തിരുന്നു. അതിന്റെ നിർവൃതിയിൽ അവളുടെ കണ്ണുകളിൽ നാണത്തിന്റെ തിളക്കം നിറയുന്നതിനൊപ്പം അവനെ തന്നിലേക്ക് പൂർണ്ണമായും വലിച്ചേർത്തുകൊണ്ട് അവൾ അവനെ തന്നിലേക്ക് ചേർത്തു പിടിച്ചു. അവളിലെ പെണ്ണിന്റെ ഓരോ ശ്വാസനിശ്വാസങ്ങളെയും അവൻ പകുത്തെടുത്തുകൊണ്ട് മുന്നേറി. മുന്നോട്ട് കുതിക്കുന്ന സമയത്തിന്റെ വേഗതക്കനുസരിച്ച് അവന്റെ കൈകളുടെയും ചുണ്ടുകളുടെയും വേഗത ഏറി വന്നു. അത് അവളെ എത്ര അറിഞ്ഞിട്ടും മതിയാവാത്ത പോലെ അവനെ അവളിൽ അടിമപ്പെടുത്തി. നീ എന്റേതാ. അവന്റെ സ്വരം പ്രണയത്താൽ ഇടറി വിറച്ചു. അവൾ മറുപടിയായി അവന്റെ ചുവന്ന കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ അവൾക്ക് കാണാൻ സാധിച്ചത് തന്നോടുള്ള അവന്റെ അടങ്ങാത്ത ദാഹമായിരുന്നു. താൻ എത്രത്തോളം അവനിൽ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ആ കണ്ണുകൾ അവൾക്ക് കാട്ടിക്കൊടുത്തു. അവളിൽ നിന്ന് തെല്ലിട തന്റെ ദൃഷ്ടിയെ മാറ്റാതെ അവന്റെ കൈകൾ അവളുടെ മൃദുലമായ ശരീരത്തെ ആകെ പൊതിഞ്ഞിരിക്കുന്ന മറകൾ ഓരോന്നായി നീക്കി തുടങ്ങി. അവളുടെ ചൂടുള്ള മേനിയിൽ നിന്ന് വസ്ത്രങ്ങളുടെ ആവരണം പൂർണ്ണമായും നഷ്ടമായതോടെ അത്ര നേരം ആ മുഖത്ത് വിരിയുന്ന ചെറു ചലനങ്ങൾ ഓരോന്ന് ഒപ്പിയെടുത്തുകൊണ്ടിരുന്ന അവന്റെ കണ്ണുകൾ നൂലു പൊട്ടിയ പട്ടം കണക്ക് അവളുടെ മെയ്യഴകിൽ മയങ്ങിക്കൊണ്ട് ദിശയറിയാത്തൊരു സഞ്ചാരത്തിന് തുടക്കം കുറിച്ചിരുന്നു. ഇന്ദ്രേട്ടാ. തന്റെ ശരീരത്തെ ആകെ ചുട്ടുപൊള്ളിച്ചുകൊണ്ട് കടന്നു പോകുന്ന അവന്റെ മിഴികളുടെ ചലനത്തെ താങ്ങാനാവാതെ അവൾ അവനെ ഒന്ന് വിറയലോടെ വിളിച്ചതും അടുത്ത നിമിഷം അവന്റെ കൈകൾ അവളുടെ മേനിയളവുകൾ തേടി ഒഴുകി തുടങ്ങി. തന്റെ ശരീരത്തെ ആകമാനം കോരിത്തരിപ്പിക്കുന്ന അവന്റെ കരസ്പർശനത്തിൽ സ്വയം അലിഞ്ഞില്ലാതാവുന്ന അവളുടെ ഹൃദയം ആഞ്ഞിടിച്ചുകൊണ്ട് അതിന്റെ പണി തുടങ്ങി വെച്ചതും തന്നിലെ തടസ്സങ്ങൾ പൂർണ്ണമായും വേർപ്പെടുത്തിക്കൊണ്ട് അവൻ അവളിലേക്ക് അമർന്നതും ഒരുപോലെയാണ്. കഴുത്തിടുക്കിൽ നിന്ന് പാത തീർത്ത അവന്റെ അധരങ്ങൾ അവളുടെ മേനിയിലേൽപ്പിച്ച കുസൃതികളുടെ പ്രതിഫലനമെന്നോണം അവളിൽ നിന്ന് നേർത്ത സ്വരത്തിലുള്ള മൂളലുകൾ ഉയർന്നു കേൾക്കാൻ തുടങ്ങി. അതൊരു തുടക്കം മാത്രമായിരുന്നു. ആ അധരങ്ങളുടെയും നാവിന്റെയും ചലനത്തിൽ പിന്നീട് അവൾ പിടിയേണ്ടി വരുമെന്നൊരു ഓർമ്മപ്പെടുത്തൽ. ആലിംഗനബന്ധിതരായി ആ ഇരുമേനികളും തങ്ങളിലെ പുതുവസന്തങ്ങൾ തേടി അലഞ്ഞു തുടങ്ങിയതും ആ 4 ചുമരുകൾക്കുള്ളിൽ ആകമാനം അവരുടെ ശീൽക്കാര ശബ്ദങ്ങൾ മാത്രം നിറഞ്ഞു നിന്നു. സമയം മുന്നിലേക്ക് നീങ്ങുന്തോറും അവനെ അടക്കാൻ അവളും അവളെ അടക്കാൻ അവനും പ്രയാസപ്പെട്ടു തുടങ്ങി. പരസ്പരം എത്ര പുണർന്നിട്ടും മതി വരാത്ത പോലെ ആ ഇരു ശരീരങ്ങളും മത്സരിച്ച് കെട്ടുപിണഞ്ഞുകൊണ്ടിരുന്നു. നീലി. വികാര തീവ്രതയിൽ വെന്തുരുകിക്കൊണ്ടുള്ള അവന്റെ ശബ്ദം. ആളവന്റെ കൈകളുടെ മാന്ത്രികതയിൽ ലയിച്ചുകൊണ്ടൊന്ന് മൂളി. എനിക്ക് എന്തിഷ്ടമാണെന്നോ നിന്നെ, സത്യടി പെണ്ണേ, എനിക്ക് അത്രക്കിഷ്ടമാണ് നിന്നെ. കഴുത്തിടുക്കിൽ അറിഞ്ഞ ചെറു തണുപ്പിനൊപ്പം അടിവയറും കടന്ന് അനുഭവപ്പെട്ട ശക്തമായ വേദനയിൽ അവളൊന്ന് പിടഞ്ഞുകൊണ്ട് നേർത്ത ശബ്ദത്തിലൊന്ന് എരിവലിച്ചു. ഇന്ദ്രേട്ടാ. അവളുടെ വേദന കൊണ്ടുള്ള നേർത്ത ശബ്ദം അവൻ തന്റെ ചുണ്ടുകളാൽ കവർന്നെടുത്തു. അവൾ അല്പമൊന്ന് ശാന്തയായതും അവൻ അവളിലേക്കുള്ള തന്റെ പ്രയാണത്തിന് ആരംഭം കുറിച്ചിരുന്നു. ആ രാത്രിയിൽ അവർക്കിടയിലെ നേർത്ത ദൂരം അലിഞ്ഞില്ലാതെയായി. ഓരോ നിമിഷം അവരുടെ പ്രണയത്തിന്റെ തീവ്രത കൂടിക്കൊണ്ടിരുന്നു. പരസ്പരം പകർന്നു നൽകിയ വാത്സല്യത്തിന്റെയും സ്നേഹത്തിന്റെയും അഭിനിവേശത്തിന്റെയും ആഴങ്ങളിൽ അവർ മുങ്ങിപ്പോയി. പുറത്ത് പാതിരാക്കാറ്റ് നേർത്ത ഒരൊച്ചയിൽ അലയടിക്കുമ്പോൾ അകത്തവർ പരസ്പരം അലയടിച്ച് തങ്ങളുടെ പ്രണയം പങ്കിട്ടുകൊണ്ട് പുലരുവോളം ആ പ്രണയത്തിന്റെ ലഹരിയിൽ മതിമറന്ന് പറന്ന് ഒടുവിൽ തളർച്ചയോടെയെങ്കിലും നിറഞ്ഞ സന്തോഷത്തോടെ അവൻ അവളുടെ നെഞ്ചിലേക്ക് വീഴുമ്പോൾ അവളുടെ കഴുത്തിൽ അറിയുന്ന അവന്റെ ചൂട് ശ്വാസം പ്രണയത്തിന് കൂടുതൽ ഊർജം നൽകുന്നവയായി മാറിയതും അവൾ അവനെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് ഒതുക്കി നിർത്തി. നിർത്താതെ കേൾക്കുന്ന അലാറത്തിന്റെ ശബ്ദമാണ് തലേ ദിവസത്തിന്റെ പ്രണയാലസ്യത്തിൽ മുഴുകി മയങ്ങിക്കിടന്നിരുന്ന ആ കിടപ്പുമുറിയെ വീണ്ടും ഉണർത്തിയത്. പ്രഭാതത്തിന്റെ മങ്ങിയ വെളിച്ചം പടിയിറങ്ങി വരുവാനാവുന്നതേയുള്ളൂ. ജനൽ ചില്ലുകളിലൂടെ അകത്തേക്ക് വന്ന കാറ്റ് ജനൽപാളികളെ തട്ടിത്തടഞ്ഞുകൊണ്ട് അവരുടെ ശരീരത്തിന്റെ ചൂടിനെ മൃദുവായി തൊട്ടുണർത്തി. അലാറത്തിന്റെ ശബ്ദം തുടർച്ചയായി മുഴങ്ങുമ്പോഴും അത് നിശബ്ദമായ ആ സ്നേഹ നിമിഷങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരാൻ മടിച്ച പോലെ തോന്നി.
മഞ്ഞുതുള്ളികളാൽ നിറഞ്ഞ വായുവും കഴിഞ്ഞ രാത്രിയുടെ ഓർമ്മകളാൽ നിറഞ്ഞ കിടപ്പുമുറിയും ഒരേപോലെ തളർന്നു കിടന്നു. എവിടെയോ പൊതിഞ്ഞു കിടക്കുന്ന ഒരു ശ്വാസം പോലെ. അവൾ അല്പം ചലിച്ച് മുഖം മറിഞ്ഞു കിടന്ന മുടി നീക്കി മന്ദമായി കണ്ണു തുറന്നു. ജനലിലൂടെ ഒഴുകി വരുന്ന കാറ്റ് അവളുടെ കവിളിൽ വീണ് ചിതറി. അവളുടെ ചലനത്തോടൊപ്പം അവൾക്കടുത്തായി അവളെ ചുറ്റി വരിഞ്ഞു കിടന്നവനും മന്ദമായി ഒന്ന് ഞെരങ്ങിക്കൊണ്ട് കണ്ണുകൾ തുറക്കാൻ പ്രയാസപ്പെട്ടു. ഇപ്പോഴും ഉറക്കത്തിന്റെയും ഓർമ്മകളുടെയും അതിർത്തിയിൽ കിടക്കുന്നവനെ പോലെ അവനങ്ങനെ കിടന്നുപോയി. അതൊന്നും കാര്യമാക്കാതെ അപ്പോഴും അലാറത്തിന്റെ ശബ്ദം അവിടെ ആകെ മുഴങ്ങിക്കൊണ്ടിരുന്നു. പക്ഷെ ആ ശബ്ദത്തിനപ്പുറം അവർ രണ്ടുപേരുടെ ഇടയിൽ നിലനിരുന്ന പ്രണയത്തിന്റെ മൗനം കൂടുതൽ ശക്തമായിരുന്നു. അതിനുമപ്പുറം ആ പ്രഭാതം തന്നെ അവരുടെ അകത്തേക്ക് പതുക്കെ ഒഴുകിക്കൊണ്ടിരുന്നു. ആ ശബ്ദമൊടുവിൽ നിശബ്ദമായപ്പോൾ മുറിയിലൊട്ടാകെ പടർന്നത് ഒരു പുതുദിനത്തിന്റെ മന്ദഹാസമായിരുന്നു. എന്നാൽ അതിന്റെ താളം പോലും കഴിഞ്ഞ രാത്രിയുടെ ചൂടിനെ മറക്കാനാവാത്ത വിധം മന്ദവും മധുരവുമായി മാറിയിരുന്നു. അതിനൊരിക്കൽ കൂടി സ്മരണയിലേക്ക് ആവാഹിച്ചതുകൊണ്ടാവണം ഉണർന്നിട്ടും കണ്ണുകൾ തുറക്കാൻ മടിച്ച് തന്റെ നെഞ്ചിൻ ചൂടിൽ പതുങ്ങിക്കിടക്കുന്നവളെ അവനൊന്ന് മുഖം കുനിച്ച് നോക്കിയത്. അവന്റെ ആ നോട്ടമറിഞ്ഞെന്നപ്പോൾ അവളുടെ മുഖം വീണ്ടും ആ മാറിൻ ചൂടിലേക്ക് കൂടുതൽ ഒട്ടിച്ചേർക്കപ്പെട്ടു. അവളെ ആ പറ്റിച്ചേർന്നുള്ള കിടത്തങ്ങാണ് അവൻ അവൾ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് തന്റെ ചുണ്ടുകൾ വിടർത്തിക്കൊണ്ട് പുഞ്ചിരിച്ചു. നീലി, അവനൊന്ന് കുറുകിക്കൊണ്ട് അവളുടെ കാതിൽ വിളിച്ചു. എഴുന്നേക്കിടി വേണേ. അവൻ പറയുന്നതിനപ്പോൾ അവളുടെ ചെവിയിലൊന്ന് മുത്തി. അവൾ വീണ്ടും അവനിലേക്ക് ചുരുണ്ടുകൂടി. സമയം പോകടി നങ്ങിയിലി. പറയുന്നതിനൊപ്പം അവൻ അവളുടെ കവിളിലൊന്ന് അമർത്തി മുത്തി. പോട്ടെ. അവൾ അവന്റെ കഴുത്തിടുക്കിലേക്ക് മുഖം മുളിപ്പിച്ചു. അത് ശരി, നമുക്ക് പോണ്ടടി നങ്ങിയിലി അമ്മൂമ്മേ. അവൻ ചോദിച്ചുകൊണ്ട് അവളുമായി ഒന്ന് ഉരുണ്ടു. വേണ്ട. അവൾ അവന്റെ ദേഹത്തേക്ക് കാലുകൾ എടുത്തിട്ടതും അതുവരെ ഒരു കുസൃതി ചിരിയോടെ അവളെ നോയിക്കൊണ്ടിരുന്നവന്റെ കണ്ണുകളൊന്നും വിഴിഞ്ഞു വന്നതിനൊപ്പം അവന്റെ ദേഹം ഒന്ന് വെട്ടിവറച്ചു. അവനിലെ ആ മാറ്റമൊന്നും അറിയാതെ അവൾ ഒന്നുകൂടി അവന്റെ ദേഹത്തേക്ക് കയറി കിടന്നു. നീലിയേ, അവനൊരു വിറയലോടെ അവളെ വിളിച്ചു. കുറച്ചു നേരം കൂടി ഇന്ദ്രേട്ടാ. അവൾ അവനോട് കുറുകി. ഇനിയും വയ്യ, ഇന്നിനി പിന്നെ എഴുന്നേൽക്കേണ്ടി വരില്ലടി. അവന്റെ ശബ്ദത്തിൽ ഒരു ദയനീയത മുഴച്ചു നിന്നു. എഴുന്നേക്കണ്ട. അവൾ കണ്ണു തുറന്ന് അവനെ നോക്കാതെ തന്നെ ഒന്ന് ചുണ്ടുകൊട്ടി. ദേ കളിക്കല വേണേ, ഇനിയൊരു യുദ്ധത്തിനുള്ള കേൾപ്പ് നിന്റെ ഇന്ദ്രേട്ടൻ ഇല്ലടി മോളെ. അതുകൊണ്ട് തന്നെ നങ്ങിയേലി മുത്തി ഒന്ന് എഴുന്നേറ്റേ. അവൻ പറയുന്നതിനൊപ്പം തന്നെ ചുറ്റി വരിഞ്ഞെടുക്കുന്നവളെ നടത്തി മാറ്റാൻ ശ്രമിച്ചതും അവൾ അതിന് സമ്മതിക്കാതെ അട്ടപറ്റി കിടക്കുന്ന പോലെ അവനെ ഒട്ടി അങ്ങ് കിടന്നു. ഇതൊരു നടക്ക് പോവില്ല. അവിടെ ആ ഒട്ടിച്ചേർന്നുള്ള കിടത്തങ്ങാണെ അവനൊന്ന് ശബ്ദം കുറച്ച് പിറുവിറുത്തു. ഞാൻ 5 വരെ എണ്ണും. അതിനു മുന്നേ നീ എഴുന്നേറ്റില്ലെങ്കിൽ നിന്നെ ഇതേപടി ഞാൻ പൊക്കിയെടുത്തോണ്ട് പോവേ. അവൻ പറഞ്ഞിട്ടും അവൾക്ക് യാതൊരു കുലുക്കവും ഇല്ലായിരുന്നു. അവൾ അപ്പോഴും അതൊന്നും തന്നോടല്ലെന്ന പോലെ അവനോട് ചേർന്ന് തന്നെ കിടന്നു. 1, 2, 3, 4, 5 എന്നിട്ടും അനങ്ങാപാറ പോലെ അവൾ അവനെ ചുറ്റിക്കിടന്നു. ആഹാ, അത്ര കായോ. അവൻ പറയുന്നതിനൊപ്പം അവളെ തന്നിൽ നിന്ന് നടത്തി മാറ്റി കയ്യിൽ കിട്ടി അവളുടെ നേരിയതിന്റെ മുണ്ടും വലിച്ചുറ്റി കിടക്കയിൽ കിടന്ന് തന്നെ പകച്ചു നോക്കുന്നവളെ തന്റെ 2 കൈയിലായി കോരിയെടുത്തു. അയ്യന്റെ തുണി. അവന്റെ കയ്യിൽ നിന്നൊന്ന് പിടഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. തുണിയും മണിയൊക്കെ ചുറ്റി വരാൻ പറഞ്ഞപ്പോ അവൾക്ക് പറ്റിയില്ല. ഇനി നീ തുണി ഉടുക്കണ്ടടി നങ്ങിയില്ലേ, അല്ലെങ്കിലും കുളിക്കാൻ പോകുമ്പോ എന്തിനാടി തുണി. അവൻ അവളെ നോക്കി ചുണ്ടുകൊട്ടിക്കൊണ്ട് അവളെയും തൂക്കിയെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. അയ്യേ, എന്നെ താഴെ വെക്കിന്ദ്രേട്ടാ. അവൾ അവന്റെ കയ്യിൽ നിന്ന് പിടഞ്ഞുകൊണ്ട് കെഞ്ചി. എനിക്ക് സൗകര്യമില്ല. അവൻ അവളെ ഒന്നുകൂടി ഉയർത്തിപ്പിടിച്ച ശേഷം അടഞ്ഞിടക്കുന്ന ബാത്റൂം ഡോർ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. ആഹാ, മാമയുടെ കുഞ്ഞിപ്പാറ് ടാറ്റ പോവാണോടാ. മേഘൻ ചോദിക്കുന്നതിനൊപ്പം തന്റെ കയ്യിൽ കരുതിയുന്ന കുഞ്ഞുടുപ്പ് കുഞ്ഞിപ്പെണ്ണിന് ഇട്ടുകൊടുത്തു. അതിരാവിലെ ഉറക്കമുണർന്നതിന്റെ എല്ലാ വാട്ടവും ആ കുഞ്ഞുമുഖത്ത് നല്ലപോലെ കാണാനുണ്ട്. എപ്പോൾ വേണമെങ്കിലും ചിണുങ്ങിക്കരയാൻ തയ്യാറെടുത്തുകൊണ്ടുള്ള അവിടെ ആ ഇരുത്തം കണ്ടുകൊണ്ടാണ് ഭുവി മുറിയിലേക്ക് കയറി വരുന്നത്. ഇനി എന്നാടി കുഞ്ഞിപ്പാറു നീ ഞങ്ങളൊക്കെ കാണാൻ വരുന്നേ? അവൻ ചോദിച്ചുകൊണ്ട് തങ്ങൾക്കരികിലേക്ക് വന്നിരിക്കുന്നവരുടെ മുഖത്തൂടെ ഒന്ന് കണ്ണു വായിച്ചു. പതിവിലും വിപരീതമായി വാടിയിരിക്കുന്ന അവളുടെ മുഖം കാണെ അതിന്റെ കാരണം അവന് പെട്ടെന്ന് തന്നെ മനസ്സിലായിരുന്നു. അവര് റെഡിയായോ? കുഞ്ഞിനെ നെഞ്ചിലേക്ക് ചേർത്ത് പൊഞ്ഞു പിടിച്ചുകൊണ്ട് അവൻ അവളോട് തിരക്കി. അവൾ ദുർബലമായി ഒന്ന് മൂളിക്കൊണ്ട് മേഘനെ നെഞ്ചിൽ പതുങ്ങിക്കിടന്നിരുന്ന കുഞ്ഞിന്റെ തലയിലൂടെ ഒന്ന് വിരൽ പായിച്ചു. ഡേ ബൊമ്മിയേ. അവിടെ ആ വാടിക്കുഴഞ്ഞുള്ള ഇരുത്തം കണ്ടതും അവൻ അത്രയും പതുക്കെ അവളെ ഒന്ന് വിളിച്ചു. ആ വിളിയിലെ കരുതലും സ്നേഹവും മനസ്സിലാക്കിയപ്പോൾ അവളുടെ ചുണ്ടുകൾ ചെറിയൊരു മന്ദസ്മിത ഒരുവന് നേർക്ക് കൈമാറി. നമ്മൾക്കൊന്ന് ഓടിയെത്താൻ കഴിയുന്നിടത്ത് അത്രയും വിശ്വാസമുള്ള കരങ്ങൾ തന്നെ അവിടെ ഇല്ലേടി. എന്റെ പെണ്ണൊരു വാക്ക് പറഞ്ഞാ നിന്റെ നാദം കൊണ്ടുപോയില്ല നിന്നെ അവിടേക്ക്. പിന്നെ എന്തിനാ എന്റെ കുഞ്ഞമ്മണിക്ക് ഈ സങ്കടം? അവൻ ചോദിക്കുന്നതിനൊപ്പം ഒരു കൈ കൊണ്ട് അവളെ തന്നിലേക്ക് ചേർത്ത് പൊതിഞ്ഞ് പിടിച്ചു.
അവൾ അതിന് മറുപടി അറിയാതെ അവന് നെഞ്ചിൽ കിടന്ന് ഉറക്കം പിടിച്ച കുഞ്ഞിന്റെ കവിളുകളെ അത്രയും ലോലമായി ഒന്ന് ഓമനിച്ചു. എനിക്ക് ഇവളെ വിട്ടുകൊടുക്കാൻ തോന്നില്ല നാഥ. അല്പനേരത്തിന് ശേഷമുള്ള അവളുടെ നേരത്തെ ശബ്ദം കാതിലേക്ക് പതിക്കവേ അവൻ തന്നെ നെഞ്ചിൽ തലയായിച്ചിരിക്കുന്നവളെ നോക്കി. ആ കണ്ണുകളിൽ തിര തന്നെ ഇളകി മറിയുന്നുണ്ടെന്ന് തോന്നി അവന്. അത് തിരിച്ചറിഞ്ഞതും അവൾ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്തണച്ചുകൊണ്ട് അവൻ അവളുടെ മൂർത്താവിലൊന്ന് ചുണ്ടുകൾ അമർത്തി. അതിനാരും ആരെയും ഇവിടെ വിട്ടുകൊടുക്കുന്നില്ലല്ലോ വേണ്ടേ. അവൻ അവളോട് പതിയെ പറഞ്ഞതും അവൾ അവന്റെ വലത് നെഞ്ചിൽ കിടന്നുകൊണ്ട് തന്നെ അവനെ ഒന്ന് മുഖമുയർത്തി നോക്കി. ഇതൊരു വിട്ടുകൊടുക്കൽ അല്ലടി വേണ്ടേ, നീ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? ഒരു പറിച്ചു നടൽ അത്രമാത്രം ചിന്തിച്ചാൽ മതി. നീ നമ്മുടെ കുഞ്ഞല്ലേ ഇവള് അങ്ങനെ വിട്ടുകൊടുത്ത് നമുക്ക് മാറിക്കാൻ പറ്റുമോ? അവൻ അവിടെ നിറഞ്ഞിരിക്കുന്ന കണ്ണുകളിൽ നിന്ന് തന്റെ നോട്ടം മാറ്റാതെ ചോദിച്ചു. ഇവൾക്ക് ഓർമ്മ വെക്കുന്നിടം വരെ ഈ വിരഹം സഹിച്ചാൽ മതിയടി യക്ഷി കുഞ്ഞെ നീ. അത് കഴിഞ്ഞ അവന് എത്ര നാൾ വേണമെങ്കിലും അവളെ നമ്മുടെ കൂടെ നിർത്താലോ. അവൻ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഇവളെന്നെ മറന്നു പോകുന്നാഥ. ഇടറിലോടെയുള്ള അവളെ ആ ചോദ്യം കേൾക്കെ അവൻ അവളെ ഒന്ന് കണ്ണൂർപ്പിച്ച് നോക്കി. നിന്റെ വർത്താനം കേട്ടാ തോന്നുമല്ലോ അവർ രണ്ടാൾ കുഞ്ഞിനെയും കൂടി രാജ്യം വിടാണെന്ന്. അവന്റെ ആ സംസാരം കേട്ടതും അതുവരെ അവനെ നോക്കിയിരുന്നവളുടെ വിഷാദഭാവം എങ്ങോ പോയി മറിഞ്ഞുകൊണ്ട് അവിടെ ആകെ അവനുള്ള പരിഭവം നിറഞ്ഞു. എന്റെ പെണ്ണ്, നിനക്കിതെന്താ എടി? നീ പറയുമ്പോ നിന്നെ ആ കുഞ്ഞിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്തിനാണ് ഈ ടീച്ചറും ഇനി എഴുതാപുറം വായിക്കുന്നത്? അവൻ ചോദിക്കുന്നതിനപ്പോ അവിടെ തലക്കിട്ട് നോവാത്ത വിധമൊന്ന് കിഴുക്കി. കൊണ്ടുപോയി അപ്പ കാണാം എന്റെ സ്വഭാവം. ആളവനെന്ന് കണ്ണുരുട്ടി പേടിപ്പിച്ച് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ അവനിൽ നിന്ന് വാങ്ങി പിടിച്ചുകൊണ്ട് എഴുന്നേറ്റു. അത് ഞാൻ കണ്ടോണ്ടിരിക്കുന്നതാണല്ലോ. അവൻ ആരോടുന്നില്ല പറയുന്നതിനൊപ്പം കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. എന്താ പറഞ്ഞേ? അവന്റെ ആ ശബ്ദം കുറച്ചുള്ള പിറുവിൽ കേട്ടതും അവളൊന്ന് കണ്ണുരുക്കിക്കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല എന്റെ കുഞ്ഞമ്മണി, നീ വാ, നമുക്ക് താഴേക്ക് പോവാം. അവൻ അവളുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുമായി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. വരട്ടെ ചേച്ചി. കാറിലേക്ക് കയറുന്നതിന് മുന്നേ നീലി കുഞ്ഞിപ്പെണ്ണിനെ ഭൂവിൽ നിന്ന് വാങ്ങിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അതിനൊന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവളെ നോക്കി തലയാട്ടിയ ശേഷം കയ്യിൽ കരുതിയ ഒരു പുതിയ അവളെ ഏൽപ്പിച്ചു. അവളുടെ അച്ഛൻ്റെ അമ്മയുടെ 2 ഫോട്ടോസാ. അവളുടെ സംശയത്തോടെയുള്ള നോട്ടം കാണെ ഭൂവി ഒരു ചെറുചിരിയോടെ പറഞ്ഞു. ഇലവത്തൂർ കോവിലത്തെ ഹരിനാരായണന്റെയും നാൽപ്പാട്ട ഗായത്രിയുടെയും മകളായി തന്നെ അവൾ വളരണം. നീ അങ്ങനെ ചൊല്ലിക്കൊടുത്ത് അവളെ വളർത്തുമെന്നറിയാം. എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അവൾ നീലിയെ നോക്കി പറഞ്ഞുകൊണ്ടെന്ന് മിഴികൾ ചിമ്മി ചിരിച്ചു. ഞാൻ അവൾക്ക് എന്നും നല്ലൊരു ചെറിയമ്മയായിരിക്കും ചേച്ചി. ഭുവിയെ നോക്കി അതേ ചിരി മടക്കി നൽകിക്കൊണ്ട് അവൾ പറഞ്ഞു. അവൾ ആ പറഞ്ഞതിൽ അർത്ഥം ഗ്രഹിച്ചപ്പോൾ ഭുവിയുടെ ചുണ്ടുകളിലെ ചിരിക്ക് ഭംഗിയേറി. എനിക്കെന്തോ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്? ഒരു കുസൃതിയോടെയുള്ള നീലിയുടെ ചോദ്യം കേട്ടതും അവളിലേക്ക് ആ കുസൃതി പകർന്നിരുന്നു. അതൊക്കെ വഴിയെ കെട്ടിക്കോളും, എന്റെ ആണിക്കുഞ്ഞിപ്പ ചെല്ലാൻ നോക്ക്. ഭൂവി പറഞ്ഞുകൊണ്ട് അവൾ കയറാറുന്ന പോലെ ആ കാറിന്റെ ഫ്രണ്ട് ഡോർ തുറന്നു പിടിച്ചു. ശരി. അവൾ അമർത്തി മൂളിക്കൊണ്ട് കുഞ്ഞുമായി അകത്തേക്ക് കയറി. ഓടേടാ അറിവല്ലേ. ഇന്ദ്രമേയന്റെ തോളിലും തട്ടിക്കൊണ്ട് യാത്ര പറഞ്ഞു. അവൻ ഇന്ദ്രനെ ഒന്ന് കണ്ണു ചുരുക്കി നോക്കി. എന്താടാ? അവന്റെ ആ ചൂഴുന്നോട്ടം കണ്ടതും ഇന്ദ്ര അവനോട് കാര്യം തിരക്കി. ഓ ഒന്നുമില്ലായേ, കഴിഞ്ഞ ദിവസം ഇന്ദ്രയായിട്ട് എന്നെ ഇതുപോലൊരു നോട്ടം നോക്കിയത് ഓർക്കുന്നുണ്ടോ? ആ നോട്ടം ഞാനൊന്ന് തിരിച്ചു നോക്കിയതാ. ഒരു താളത്തിലുള്ള അവന്റെ സംസാരം കേട്ടതും ഇന്ദ്രനൊന്ന് പതറിക്കൊണ്ട് തങ്ങൾക്കരികിൽ നിൽക്കുന്ന രുദ്രനെ നോക്കി. എന്നാലും ഇത്ര പെട്ടെന്ന് നിന്റെ ഉള്ളിൽ അധ്വാനി സടകുടഞ്ഞുണരുന്ന് ഞാൻ കരുതില്ലടാ മോനെ ദേവേന്ദ്ര. മേഘന്റെ ആ താടി ഒഴിഞ്ഞുള്ള നോട്ടത്തിലും ഭാവത്തിലും ഇന്ദ്രൻ നന്നായി തന്നെയൊന്ന് ചൂളി. അധ്വാനിയോ? ഏതധ്വാനി? LK അധ്വാനിയാണോ? രുദ്രന്റെ ഒന്നും മനസ്സിലാവാതെയുള്ള ആ ചോദ്യം കൂടി കേട്ടതും അവൻ നന്നായി തന്നെ പരിങ്ങി. എന്നാ പോയേക്കുവാ. അവൻ കൂടുതൽ അവന് മുന്നിൽ നിന്ന് സ്വയം നാറാതെ വേഗം തന്നെ പറഞ്ഞുകൊണ്ട് ഡോർ തുറന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. അവന്റെ ആ പരവേശം കയറിയുള്ള ഇരിപ്പ് കണ്ടതും മേഘൻ നാവിനാൽ തന്റെ കവിളൊഴിഞ്ഞുകൊണ്ടൊരു കള്ളച്ചിരി ഇരിച്ചു. കുറച്ചു നേരം കൂടി നിന്നാൽ ഞാനൊരു ഗ്ലാസ് മോര് വെള്ളം കലക്കിരടാ ദേവേന്ദ്ര, ക്ഷീണത്തിന് അത് ബെസ്റ്റാ. അവന്റെ കളിയാക്കലോടെയുള്ള ശബ്ദം വീണ്ടും കേട്ടതും ഇന്ദ്ര അവനെ ഒന്ന് കണ്ണുറപ്പിച്ച് നോക്കിയ ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്തു. 24 മണിക്കൂർ ഈ ഇരിക്കുന്ന കാട്ടാളിന് പുറകെ കയറും കൊണ്ട് നടക്കാതെ എന്റെ കൊച്ചിനെ മര്യാദയ്ക്ക് നോക്കിയാക്കണേടിയാണീ. മേഘന്റെ ആ സംസാരം കേട്ടതും നീലി തനിക്കരികിലിരിക്കുന്നവനെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് അവനെ നോക്കി തലയാട്ടി. പോടേടാ. തനിക്കരികിൽ നിൽക്കുന്ന രുദ്രനെ നോക്കി ഇന്ദ്രൻ ചോദിച്ചു. പോയിട്ട് വരാന്ന് പറയടാ ദേവേന്ദ്ര. നിങ്ങളെ കണ്ടില്ലെങ്കിൽ ഏട്ടൻ നമ്പുരാനൊരു ഏനക്കേടാ. അതുകൊണ്ട് അധികം വൈകാതെ തന്നെ അങ്ങോട്ട് ഞങ്ങളെയും കൊണ്ട് മല കയറാനുള്ള സാധ്യത കൂടുതലാ. രുദ്രന്റെ വാക്കുകൾ കേട്ടതും ഇന്ദ്രന്റെ ചുണ്ടുകളിൽ നേരത്തെ പുഞ്ചിരി വിരിഞ്ഞു. അതേ പുഞ്ചിരിയോടെ അവൻ മേഘം നിൽക്കുന്നിടത്തേക്കും നോക്കി. എന്താണ് നോക്കുന്നത്? നിന്ന് നാറാ, വണ്ടി എടുത്തിട്ട് പോടാൻ നാറി. അവന്റെ വായിൽ നിന്ന് വീണ വാക്കുകൾ കേൾക്കെ അടുത്ത നിമിഷം ആ പുഞ്ചിരി അപ്രത്യക്ഷമായി. പുല്ലൻ സമ്മതിക്കൂല. ഇന്ദ്ര പല്ലടിച്ച് പറയുന്നതിനൊപ്പം ഫസ്റ്റ് ഗിയറിട്ട് വണ്ടി മുന്നോട്ടെടുത്തു. പോവാൻ നേരത്തെ ഒരു നല്ല വാക്ക് പറയരുത് കേട്ടോ. തന്നെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നവനെ നോക്കി കണ്ണുറപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. എനിക്ക് അവനോട് അത് വെറിയുരടി പൊമ്മി.
അവൻ കൊഞ്ചലോടെ പറഞ്ഞുകൊണ്ട് ആളുടെ ചുണ്ടിലൊന്ന് അമർത്തി മുത്തി മാറിക്കൊണ്ട് നേരെ നോക്കിയത് തന്നെ മിഴിച്ച് നോക്കി നിൽക്കുന്ന രുദ്രനെ നേർക്കാണ്. എന്താടാ? അവന്റെ ആ കണ്ണും തള്ളിയുള്ള നോട്ടം കണ്ടും മേഘൻ ഇത്തിരി കടുപ്പത്തിൽ തന്നെ ചോദിച്ചു. ഏയ് ഒന്നുമില്ല, എന്നാ ഞാൻ അങ്ങോട്ട്. അവൻ പറഞ്ഞുകൊണ്ട് അവിടെ നടന്നു നീങ്ങി. മര്യാദക്ക് അപ്പൂപ്പൻ താടി വിളിച്ചപ്പോ പോയാൽ മതിയായിരുന്നു. പുല്ല്, ഇനി ഞാൻ എന്തൊക്കെ കാണേണ്ടി വരും എന്റെ ദേവി. അവൻ സ്വയം പറഞ്ഞുകൊണ്ട് വീടിനുള്ളിലേക്ക് കയറി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. ഈ കഥ അവസാനിച്ചാലുടൻ നീലാംബരി എഴുതുന്ന ക്രഷ് എന്ന പുതിയ കഥ ആരംഭിക്കുന്നതാണ്.